ശ്രീ രാജേഷ് പിള്ളയുമായി സ്നേഹസല്ലാപം ട്രാഫിക് റിലീസ് സമയത്ത് ഒരു അഭിമുഖം നടത്തിയിരുന്നു. അപ്പോൾ അതിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, സഞ്ജുവിന് എന്റെ മേലുള്ള വിശ്വാസമാണ് ട്രാഫിക് ചെയ്യാൻ നിമിത്തമായത് എന്നാണ്. എന്ത് പ്രത്യേകതയാണ് താങ്കൾ ശ്രീ രാജേഷ് പിള്ളയിൽ കണ്ടത്? അദ്ദേഹത്തിന്റെ കഴിവിൽ വിശ്വസിക്കാൻ എന്താണ് പ്രേരിപ്പിച്ചത്? അദ്ദേഹവും ഞാനും തമ്മിലുള്ള ചർച്ചകൾ തന്നെയാണ്. അതായത് ഒരു തിരക്കഥാ ചർച്ചയ്ക്കിരിക്കുമ്പോൾ നമുക്ക് ഏകദേശം അറിയാം ഈ സംവിധായകൻ എങ്ങനെയാണ് കൺസീവ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ തിരക്കഥാ ചർച്ചകൾ ഞങ്ങൾ ഈ ട്രാഫിക് എന്ന് പറയുന്ന സിനിമ എന്ന് പറയുന്നത് ഞങ്ങൾ എഴുതുന്നു, രാജേഷ് പിള്ള ഡയറക്ട് ചെയ്യുന്നു, അങ്ങനെ ഒരു രീതിയിൽ ചെയ്യപ്പെട്ട പടമല്ല. ഓരോ സീനുകളും ഞങ്ങൾ രാജേഷ് പിള്ളയുമായി ചർച്ച ചെയ്യുകയും അതിന് വേണ്ട അദ്ദേഹത്തിന് വേണ്ട തിരുത്തലുകൾ ഞങ്ങൾ ചെയ്തു കൊടുക്കുകയും എല്ലാ കാര്യത്തിലും അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ ഉള്ളൊരു തിരക്കഥയിൽ ഇടപെടലുകൾ ഉള്ള ഒരു സിനിമ തന്നെയായിരുന്നു ട്രാഫിക്. അപ്പം ഇത് പൂർണ്ണമായ ഒരു രാജേഷ് പിള്ള സിനിമയായിരുന്നു താനും. അപ്പോ രാജേഷ് എന്ന് പറയുന്ന വ്യക്തിയിലുള്ള എന്റെ വിശ്വാസം എന്ന് പറയുന്നത് തിരക്കഥാ രചനയിൽ ഇരിക്കുമ്പോൾ നമ്മൾ കാണാത്ത ഡയമെൻഷൻ കഥാപാത്രങ്ങളിലും കഥാസന്ദർഭങ്ങളിലും കണ്ടെത്തുമ്പോൾ പിന്നീട് അത് അപ്പൊ തന്നെ വിശ്വാസം നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വലിയ തലത്തിൽ നിന്ന് കണ്ടെത്തുമ്പോൾ അതാണ് ഒരു സംവിധായകനിൽ തിരക്കഥാകൃത്തിന് ഉണ്ടാകാവുന്ന ഏറ്റവും വലിയ വിശ്വാസം. അത് ഞങ്ങൾക്ക് രാജേഷ് പിള്ളയിൽ പരിപൂർണമായി ഉണ്ടായി. ട്രാഫിക്കിന്റെ തമിഴ് പതിപ്പ് മലയാളത്തിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം അതിനുണ്ടാകുമോ? അതിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും ഇൻവോൾവ്മെന്റ് എത്രത്തോളം ഉണ്ടാകും? ചെറിയ രീതിയിലുള്ള വ്യത്യാസങ്ങളുണ്ട്. ഞങ്ങളുടെ ഇൻവോൾവ്മെന്റിനെ പറ്റി പറയാറായിട്ടില്ല എന്ന് വേണം പറയാൻ. അതൊക്കെ ആ പ്രോജക്റ്റിനെ പറ്റി എന്താ പറയാ, അതിനെപ്പറ്റി പരിപൂർണമായി അത് ഒരു ചർച്ച ചെയ്യപ്പെടുന്ന രീതിയിൽ സംസാരിക്കാറായിട്ടില്ല. ഓക്കെ, പല വിവരങ്ങളും പുറത്തു വിടാറായിട്ടില്ല. ആയിക്കോട്ടെ. ഇനി മുംബൈ പോലീസ് എന്ന ചിത്രത്തിലേക്ക് വരാം. മുംബൈ പോലീസ് എന്ന ചലച്ചിത്രത്തെ കുറിച്ച് ചെറുതായി ഒന്ന് സൂചിപ്പിക്കാമോ? എന്താണ് ഞങ്ങൾ അതിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത്? എപ്പോഴേക്കാവും അതിന്റെ ചിത്രീകരണം ആരംഭിക്കുന്നത്? സെപ്റ്റംബറിലാണ് ഷൂട്ടിംഗ് തുടങ്ങുന്നത്. ആ സിനിമയിൽ നിന്ന് എന്താ പ്രതീക്ഷിക്കേണ്ടതെന്ന് ചോദിച്ചാൽ അതൊരു ഒരു എന്താ പറയാ, എനിക്ക് അങ്ങനെ ഞാൻ അക്കാര്യത്തിൽ വളരെ പിന്നോട്ടാണ് അങ്ങനെ ഒരു മറുപടി പറയാൻ. എന്താണ് പ്രതീക്ഷിക്കേണ്ടത് എന്നുള്ള ചോദ്യത്തിന് എന്ത് മറുപടി പറയണമെന്നുള്ളത് എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ. ട്രാഫിക് റിലീസ് ആകുന്നതിന് മുമ്പ് എന്താണ് പ്രതീക്ഷിക്കേണ്ടതെന്ന് ചോദിച്ചാലും എനിക്ക് ഉത്തരം വിട്ടുപോയത്. അതൊരു നല്ല സിനിമയായിരിക്കും എന്നുള്ള വിശ്വാസം ആണ് ഞങ്ങൾക്കുള്ള വിശ്വാസം. അതല്ലാതെ അതിൽ കൂടുതൽ ഒന്നും ആ സിനിമയെ പറ്റി എനിക്ക് ഒരു അവകാശവാദം പറയാൻ എനിക്കില്ല. എന്ത് തരം സിനിമയായിരിക്കും? ക്രൈം ത്രില്ലർ ആണോ, മിസ്റ്ററി, മർഡർ മിസ്റ്ററി, അങ്ങനെ എന്തെങ്കിലും ആണോ? അതൊരു ഒരു ത്രില്ലർ ഫോമാറ്റിൽ പെടുത്താവുന്ന സിനിമയാണ്. പക്ഷെ നമ്മള് വരാത്ത രീതിയിലുള്ള ഒരു പാറ്റേൺ ആണ് ശ്രമിക്കുന്നത് ആ സിനിമയിൽ. എന്തുകൊണ്ടാണ് ആര്യയെ തിരഞ്ഞെടുത്ത? മലയാളത്തിൽ അധികം യുവതാരങ്ങളുണ്ട്, എന്നിരുന്നാലും ആര്യയെ അതിലേക്ക് ഉൾക്കൊള്ളിക്കാൻ എന്തായിരുന്നു കാരണം? ഒന്നാമത് ആര്യ റോഷന്റെയും എന്റെയും അടുത്ത സുഹൃത്തു കൂടിയാണ് ആര്യ. ആര്യ ഒരു മലയാളിയാണ്. ഞങ്ങൾ തമ്മിൽ ഒരുപാട് ചർച്ചകൾ ചെയ്തിട്ടുണ്ട്. അപ്പോ പലപ്പോഴും സംസാരത്തിൽ അദ്ദേഹവുമായി ഒരു മലയാള സിനിമ എന്നുള്ളൊരു ഐഡിയ വന്നിരുന്നു. അങ്ങനെയാണ് ആര്യയിലേക്ക് വന്നത്. ആര്യൻ ഞങ്ങൾ തമ്മിലുള്ള ഒരു സൗഹൃദം തന്നെയാണ് അതിന്റെ ഏറ്റവും പ്രധാന കാരണം. പിന്നെ ഒരു കാര്യം കൂടി, കഥാപാത്രത്തിന് ഏറ്റവും യോജിച്ച ഒരാളെന്ന് ഞങ്ങൾക്ക് തോന്നുകയും ചെയ്തുകൊണ്ടാണ്. ഇനി എല്ലാവരും കേൾക്കാനായിട്ട് കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് കാസനോവ. കാസനോവയിലേക്ക് വരാം. കാസനോവ എന്ന ആ ഒരു ഇമേജ് കുടുംബ പ്രേക്ഷകർക്ക് താല്പര്യക്കുറവുണ്ടാക്കുമെന്ന് കരുതുന്നുണ്ടോ? കാസനോവ എന്ന ആ ഒരു ഇമേജ്, കാസനോവ എന്ന ഇമേജ് കുടുംബ പ്രേക്ഷകർക്ക് ചിത്രത്തിന് മേൽ താല്പര്യക്കുറവുണ്ടാക്കുമെന്ന് കരുതുന്നുണ്ടോ? നമ്മളുടെ ഏറ്റവും ഇന്ത്യയില് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ദൈവമാണ് ശ്രീകൃഷ്ണൻ. ശ്രീകൃഷ്ണന് 16,008 ഭാര്യമാരായിരുന്നു. ശ്രീകൃഷ്ണൻ പ്രണയിക്കാത്ത പെൺകുട്ടികൾ അക്കാലത്ത് യാതൊരു കുലത്തിലില്ലായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി ഏറ്റവും പ്രണയിച്ചിരുന്ന രാധയെ അദ്ദേഹം കല്യാണം കഴിച്ചിട്ടില്ല. അദ്ദേഹമാണ് നമ്മുടെ പൂജാമുറിയിലിരിക്കുന്നത്. എനിക്ക് അത്ര മറുപടി പറയാനുള്ളൂ. ഇതിനപ്പുറം അതിനൊരു എക്സ്പ്ലനേഷൻ വേണ്ട ആവശ്യമില്ല. ഇനി ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്ന ഒരു കാര്യമാണ്, കാസനോയെ കുറിച്ച് എന്തെങ്കിലും ഇതുവരെ ഒരിടത്തും പറഞ്ഞിട്ടില്ലാത്ത എന്തെങ്കിലും ഒരു വാർത്ത ഞങ്ങളുമായി പങ്കുവെക്കാമോ? കഥ പറയണമെന്നില്ല, എന്തെങ്കിലും ഒരു കാര്യം. കാസനോയെ കുറിച്ച് അങ്ങനെ അറിയാൻ വയ്യാത്ത എന്തെന്ന് ചോദിച്ചാൽ അതൊരു എന്താ പറയാ,
അതൊരു 100% അതിനൊരു ഡയറക്ടേഴ്സ് ഫിലിം എന്ന് പറയാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. കാരണം ഈ ഒരു സിനിമ കണ്ട് എന്റർടൈൻ ആകുക എന്ന് പറയുന്ന അനുഭവം ഞങ്ങൾക്കൊക്കെ ചെറുപ്പത്തിലും ഒക്കെ ആയിട്ട് ഇപ്പൊ ഷോലെ പോലൊരു സിനിമ കാണുകയും അല്ലെങ്കിൽ അതുപോലെയുള്ള സിനിമകളുണ്ട്. ഇപ്പൊ ദിൽവാലെ ദുൽഹനിയ ഷോത്തായാണെങ്കിലും അല്ലെങ്കിൽ ഇന്ത്യൻ ആണെങ്കിലും നമ്മൾ ഹൈലി എന്റർടൈൻഡ് ആകുക എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. ഈ എന്റർടൈൻഡ് ആക്കുക എന്ന് പറയുന്നതിന്റെ പിന്നിലുള്ള ഒരു എഫേർട്ട് ഭയങ്കര കൂടുതലാണ്. കുറച്ചുകളെ ആദ്യം മുതൽ അവസാനം വരെ അതൊന്നും ഒരു എന്റർടൈൻഡ് എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്ന പ്രേക്ഷകർക്ക് ഒരു പിടിയുമില്ല അതിന്റെ പിന്നിലുള്ള എഫേർട്ട് എന്താണ്. ഈ എന്റർടൈനർ എന്ന് നമ്മൾ മാത്രം വിളിക്കുന്ന ചില സിനിമകൾ ഇവിടെ ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ള സിനിമകളാണ്. ഉദാഹരണം പറയാം, ഒരു മീശമാധവനെ രസി കണ്ടിരിക്കാം എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്നത്. പക്ഷെ ആ സിനിമയുടെ തിരക്കഥ നമ്മൾ വീണ്ടും പരിശോധിക്കാൻ അവരുപയോഗിച്ചിരിക്കുന്ന ടെക്നിക്ക്, അതിന്റെ പിന്നിലെ എഫേർട്ട് നമുക്ക് വളരെ കൂടുതലായിട്ട് കാണാൻ പറ്റും. അതൊരു വശം. അങ്ങനെ പ്രേക്ഷകർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഞാൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു ദിവസം ഒരു 100% എന്റർടൈനർ അല്ലെങ്കിൽ ഒരു ദൃശ്യവിരുന്ന് കാണണമെന്ന് തോന്നിയപ്പോൾ 100% ഒരു എന്നെ വേറൊരു ലോകത്തേക്ക് വിഷ്വലി എന്നെ മലയാള സിനിമ ഇതുവരെ കൊണ്ടുപോയിട്ടില്ലാത്ത വേറൊരു ലോകത്തേക്ക് വിഷ്വലി എന്നെ കൊണ്ടുപോകാനും വളരെ രസകരമായ ഒരു സിനിമ എനിക്ക് കാണാനും രസകരമായ ഒരു കഥ കാണാനും എനിക്ക് ആഗ്രഹം തോന്നിയപ്പോൾ ഞങ്ങളും റോഷനാണ് അതിന്റെ ഒരു കഥാബീജം ഉണ്ടാക്കിയത്. ഞങ്ങളും റോഷനും കൂടി എഴുതിയൊരു കഥയിൽ നിന്ന് ഞങ്ങൾ എഴുതിയൊരു തിരക്കഥയാണ് കാസനോവ എന്ന് പറയാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. പറഞ്ഞു കേൾക്കുന്നത് മലയാളത്തിൽ വരുന്ന ഒരു ജെയിംസ് ബോണ്ട് ശൈലിയിലുള്ള ഒരു ചിത്രം, അതായത് അതിന്റെ ഒരു വിഷ്വൽ റിച്ച്നെസ്സും മറ്റുമൊക്കെ ഉള്ള ഒരു ചിത്രമായിരിക്കും കാസനോവ എന്ന് കേൾക്കുന്നു. ശരിയാണോ? അത് ഒരു പരിധിവരെ ശരിയാണ്. ഒരു പരിധിവരെ അതിനെ ശരിയാക്കാം. കാരണം കാസനോവ ഒരു സ്റ്റൈലൈസ്ഡ് ഫിലിമാണ്. ഐ മീൻ അതിനകത്ത് എന്താ പറയാ, നമ്മൾ വില കൂടിയ കാറുകൾ, വില കൂടിയ വാച്ചുകൾ, വില കൂടിയ വസ്ത്രങ്ങൾ, വില കൂടിയ ഹോട്ടലുകൾ, അപ്പൊ അങ്ങനെയുള്ള ഒരു ആസ്പിറേഷണൽ വാല്യൂ എന്നൊക്കെ പറയാവുന്ന ഒരുപാട് കാര്യങ്ങളുള്ള ഒരുപാട് സംഗതികളുള്ള ഒരു സിനിമയാണ് കാസനോവ. അങ്ങനെ നോക്കുമ്പോഴാണ് നമുക്കതിനെ ജെയിംസ് ബോണ്ട് സിനിമയുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. നമ്മളിപ്പോ അടുത്ത കാലത്തുള്ള മലയാള സിനിമ പല മലയാള സിനിമകളും പരിശോധിച്ചു കഴിഞ്ഞാൽ ഗ്ലാമറും സ്റ്റൈലും എല്ലാം ഉണ്ടെങ്കിൽ പോലും കഥയുടെ അഭാവം മൂലം ഫ്ലോപ്പ് ആയിട്ടുള്ള ഒത്തിരി അധികം സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ കാസനോവയിലും വളരെ ശക്തമായ ഒരു കഥയുണ്ടെന്ന് വിശ്വസിച്ചോട്ടെ. ശക്തമായ കഥയുടെ ഡെഫിനേഷൻ എന്തെന്നുള്ളതിരിക്കും. ശക്തമായ കഥ എന്നുള്ളത് ഡെഫിനേഷൻ എന്താണ്? അത് ആ ഡെഫിനേഷൻ പറഞ്ഞാൽ ഞാനൊരു ഉത്തരം പറയാം. ഓക്കെ. എനിക്കിപ്പോ എല്ലാ സിനിമകളുടെയും പേരെടുത്ത് പരാമർശിക്കാൻ ബുദ്ധിമുട്ടാണ്, എങ്കിലും പറയാം. ഇപ്പോ ഒരു സ്റ്റൈൽ കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഗ്ലാമർ കാണിക്കാൻ വേണ്ടിയിട്ട് അത്തരം സീനുകൾ എഴുതി നിറച്ച് പരസ്പര ബന്ധമില്ലാതെ കിടക്കുന്ന അത്തരം സിനിമകൾ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ ഒരു കഥയാണെന്ന് തോന്നുന്നില്ല കേട്ടോ. എന്താ പറയാ, നമുക്ക് നമ്മൾ ചെയ്ത കാര്യത്തെ പറ്റി അവകാശവാദം പറയാനുള്ള ഒരു മടിയാണ് കേട്ടോ. അത് വേറെ രീതിയിൽ എടുക്കരുത്. പക്ഷെ അത് അങ്ങനെ പരസ്പര ബന്ധമില്ലായികയോ എന്തെങ്കിലും ഉള്ള ഒരു കഥയല്ല കാസനോവ. കാസനോവയുടെ ഓരോ സീനുകളിലും കാസനോവയുടെ ഒരു കാര്യം എനിക്ക് ഉറപ്പ് പറയാം, അതിൽ ഒരു സീൻ എടുത്തു മാറ്റിയാൽ മറ്റ് പല സീനുകളുമായിട്ടുള്ള കണക്ഷൻ പോകുന്ന ഒരു സിനിമ ആയിരിക്കും. അപ്പോ ഒരു സ്റ്റൈലിൽ കാണിക്കാൻ വേണ്ടിയുള്ള ഒരു സീനോ ഒരു കാര്യമോ ഒരു കാര്യം എന്തെങ്കിലും ഒരു കാര്യമോ അതിനകത്തില്ല. അത് ഉറപ്പായിട്ട് പറയാൻ പറ്റും. എപ്പോഴേക്കായിരിക്കും കാസനോവ റിലീസ് ഉദ്ദേശിക്കുന്നത്? റിലീസ് ഡേറ്റിനെ പറ്റി ഇപ്പൊ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഒരു ബാങ്കോക്ക് ഷെഡ്യൂൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് വീണ്ടും തുടങ്ങിയിടത്തേക്ക് തന്നെ വരാം. എന്റെ വീട് അപ്പൂന്റെയും എന്ന കന്നിച്ചിത്രത്തിൽ തുടങ്ങി ഇപ്പൊ മുംബൈ പോലീസ് വരെ എത്തി നിൽക്കുന്നു. ഇത്രയും ഉള്ള അനുഭവം വെച്ചിട്ട് മലയാള സിനിമാ പ്രേക്ഷകരുടെ കാഴ്ചപ്പാടിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? എന്ത് തരം സിനിമകളാണ് മലയാള സിനിമാ പ്രേക്ഷകരെ സ്വാധീനിക്കുന്നത്? ഒരു കാഴ്ചപ്പാട് മാത്രം മതിയാകും. ഇപ്പൊ വേണമെങ്കിൽ ചോദിക്കാം, എങ്കിൽ പിന്നെ എനിക്ക് അത്തരം സിനിമകൾ എടുത്താൽ പോരെ എന്ന് ചോദിക്കാം. അല്ല, എനിക്കറിയാം. അതായത് എനിക്കത് അറിയില്ല. അതായത് എനിക്കതിനെപ്പറ്റി എനിക്ക് ആ കാഴ്ചപ്പാട് ഇതുവരെ പരിപൂർണമായിട്ട് പിടികിട്ടിയിട്ടില്ല. കാരണം ചില സിനിമകൾ കാണുമ്പോൾ ഈ സിനിമ എങ്ങനെ വിജയിച്ചു
എന്ന് നമുക്ക് തോന്നുന്ന ചില സിനിമകളുണ്ട്. എനിക്ക് തോന്നുന്ന ചില സിനിമകളുണ്ട്. ചില സിനിമകൾ കാണുമ്പോൾ ഈ സിനിമ എങ്ങനെ, കാരണം മനുഷ്യന്റെ ലോജിക്കിനോ മനുഷ്യന്റെ ടേസ്റ്റിനോ ഒന്നും യാതൊരു ബഹുമാനവും കൊടുക്കാത്ത സിനിമകൾ ഇവിടെ വിജയിക്കാറുണ്ട്. അതൊരു സത്യമാണ്. അതിനെ നമ്മൾ കണ്ണടച്ചിട്ട് കാര്യമില്ല. അപ്പൊ നമ്മൾ ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത്? ഒരു പരിധിവരെ പ്രേക്ഷകനെയാണെന്ന് തന്നെ ഞാൻ പറയും. കാരണം ഈ ലോജിക് ഇല്ലാത്ത സിനിമ, അല്ലെങ്കിൽ അത് എനിക്കൊരു സിനിമയുടെ പേരെടുത്ത് പറയാൻ പറ്റില്ല, പക്ഷെ ലോജിക് ഇല്ലാത്ത ഒരുപാട് സിനിമകൾ ഇവിടെ വിജയിക്കുന്നത് കാണുമ്പോൾ അപ്പോ നമ്മൾ ആരെയാണ് അതിനകത്ത് കുറ്റപ്പെടുത്തുന്നത്? അപ്പൊ അതിനോട് വിമുഖത കാണിക്കാത്ത അതിനോട് പ്രേക്ഷകൻ രണ്ടു കൈ നീട്ടി സ്വീകരിക്കുമ്പോഴാണ് അത്തരത്തിലുള്ള സിനിമകൾ തന്നെ മതി എന്നുള്ള ഒരു അവസ്ഥ വരുന്നത്. പക്ഷേ ഇവിടെ എന്ത് ഒരു വ്യത്യാസമുള്ള പരീക്ഷണം നടത്തിയാൽ, നല്ല രീതിയിൽ നടത്തിയാൽ, അല്ലെങ്കിൽ നല്ലൊരു കഥ പറഞ്ഞാൽ, നല്ലൊരു സിനിമ പറഞ്ഞാൽ അത് എക്കാലം സ്വീകരിച്ചിട്ടുണ്ട് ഇവിടുത്തെ പ്രേക്ഷകർ. അപ്പോ അങ്ങനെ ഒരു സമൂഹമാണ് ഇവിടെ ഉള്ളത്. അപ്പോ ആ സമൂഹം എന്ന് പറയുന്നത് എന്നെ അന്നും ഇന്നും കൺഫ്യൂസ് ചെയ്യുന്ന ഒരു സമൂഹമാണ്. പ്രേക്ഷകന്റെ കാഴ്ചപ്പാടിനെ എനിക്ക് തോന്നുന്നത് മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിനിമാ വിദ്യാർത്ഥിയാണ് ഞാൻ. അത് എന്നെങ്കിലും മനസ്സിലാക്കാൻ പറ്റുമെന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം അഭിരുചികള് ഇപ്പോ എന്താ പറയാ, ഇപ്പോ അരുൺ ഇഷ്ടപ്പെട്ട ഒരു സിനിമ എനിക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമ മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അങ്ങനെ ഈ അഭിരുചികളുടെ ഒരു വ്യത്യാസം അതെങ്ങനെ എവിടെ കാണണമെന്നുള്ളത് പലപ്പോഴും കൺഫ്യൂസ് ചെയ്യാറുണ്ടല്ലേ. ഇത്തരം ഞാൻ കുറച്ച് കൺഫ്യൂസ്ഡ് ആണ് പ്രേക്ഷകരുടെ കാഴ്ചപ്പാട്. ഇത്തരം ചിത്രങ്ങൾ, അതായത് ഉൾക്കാമ്പില്ലാത്ത ലോജിക്കിനെ പോലും വെല്ലുവിളിക്കുന്ന ചിത്രങ്ങൾ മലയാളത്തിൽ വിജയിക്കുന്നത് കാണുമ്പോൾ താങ്കൾക്ക് സങ്കടമോ സഹതാപമോ തോന്നാറുണ്ടോ നമ്മുടെ പ്രേക്ഷകരെ ഓർത്ത്? സങ്കടമോ സഹതാപമോ തോന്നാറുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രേക്ഷകരെ ഓർത്ത് അങ്ങനെ തോന്നാറില്ല. പ്രേക്ഷകരെ ഓർത്ത് സങ്കടമോ സഹതാപമോ തോന്നാറില്ല. പക്ഷെ എന്താണ് നമ്മുടെ സിനിമ മുമ്പോട്ട് പോകാത്തത്, എന്താണ്? അതായത് ഇപ്പോ പ്രേക്ഷകൻ അത് കൊടുത്തു, പ്രേക്ഷകൻ അത് സ്വീകരിച്ചു. അത് കൊടുക്കാതെ പ്രേക്ഷകനെ ബഹുമാനിക്കുന്ന സിനിമകൾ ഒരു വളരെ നിരന്തരമായിട്ട് ഇറങ്ങിയാലേ ഇവിടുത്തെ സിനിമാ സംസ്കാരത്തിന് മാറ്റം വരും. അങ്ങനെ ഒരു നൈരന്തര്യമില്ല നമുക്ക്. അതാണ് പ്രശ്നം. ഒരു ഡിഫറൻസ് ഉണ്ടാക്കുന്ന ഒരു സിനിമ വന്നാൽ പിന്നീട് ഡിഫറൻസ് ഉണ്ടാക്കുന്ന ഒരു സിനിമ വരണമെങ്കിൽ നമ്മൾ കാത്തിരിക്കേണ്ടി വരുന്നത് മാസങ്ങളോ വർഷങ്ങളോ ആകാൻ സാധ്യതയുണ്ട്. അതേസമയം എല്ലാ സിനിമകളുടെ പിന്നിൽ ഒരു എഫേർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ ഇപ്പൊ പരിപൂർണ എന്റർടൈൻമെന്റിൽ പോലും നമ്മൾ ലോജിക്കുകളും രസങ്ങളും കാണാറുണ്ട്. ഈ പരിപൂർണ എന്റർടൈൻമെന്റ് നമ്മളെ എന്താ പറയുന്ന വളരെ ഒട്ടും ബഹുമാനമില്ലാത്ത രീതിയിൽ, പ്രേക്ഷകനോട് ബഹുമാനമില്ലാത്ത രീതിയിലുള്ള ഒരു സിനിമ വിജയിക്കുന്ന കാണുമ്പോൾ അത് എന്തുകൊണ്ടാന്ന് ആലോചിക്കാറുണ്ട്.